അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബി സുറയ്യ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമത്താനി ഖഫീഫത്താനി അലന്നാസി സഖീലത്താനി ഫീൽ മീസാൻ ഹസീബത്താനി ഇല റഹ്മാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് കലിമത്തുകൾ നാവിന് ഭാരമില്ലാത്തവയാണ്. അവ രണ്ടും മീസാനിൽ ഭാരമുള്ളവയാണ്. റഹ്മാനായ അള്ളാഹുവിന് പ്രിയങ്കരവുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നിവയാണവ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന രണ്ട് കലിമത്തുകൾ നാവിന് ഭാരമില്ലാത്തവയാണ്. അതായത് ചൊല്ലാൻ വളരെ എളുപ്പമുള്ളതാണ്. അവ രണ്ടും മീസാനിൽ ഭാരമുള്ളവയാണ്. അതായത് മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം ഖിയാമത്തു നാളിൽ തൂക്കി കണക്കാക്കപ്പെടുന്ന മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങുന്നതാണ് ഈ കലിമത്തുകൾ. റഹ്മാനായ അള്ളാഹുവിന് പ്രിയങ്കരവുമാണ് ഈ കലിമത്തുകൾ. അത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും. അർത്ഥവും ആശയവും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഒന്നാമത്തെ കലിമത്തിൻ്റെ അർത്ഥം അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാകുന്നു. സുബ്ഹാനല്ലാഹിൽ അലീം എന്ന രണ്ടാമത്തെ കലിമത്തിൻ്റെ അർത്ഥം മഹത്വമുടയവനായ അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു എന്നാകുന്നു. ഈ രണ്ട് കലിമത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാ എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നർത്ഥം. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ അവൻ അനുയോജ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കലും അവന് അനുയോജ്യമല്ലാത്ത എല്ലാത്തിൽ നിന്നും അള്ളാഹു മുക്തനാണെന്ന് പ്രഖ്യാപിക്കലുമാണ് സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് സുബ്ഹാനല്ലാ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്, അവൻ ഉന്നതനാണെന്ന് പ്രഖ്യാപിക്കലാണ്. അതോടൊപ്പം എല്ലാ പോരായ്മകളിൽ നിന്നും സൃഷ്ടികൾ അവൻ്റെ മേൽ ജൽപ്പിച്ച് വെച്ചിട്ടുള്ള അവന് അനുയോജ്യമല്ലാത്ത എല്ലാത്തിൽ നിന്നും അള്ളാഹു മുക്തനാണെന്ന പ്രഖ്യാപിക്കലുമാണ്. വിശുദ്ധ ഖുർആനിൽ സുബ്ഹാനല്ലാ എന്ന് പറയുന്നിടത്തെല്ലാം ഒന്നുകിൽ ആളുകൾ അള്ളാഹുവിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് നിഷേധിക്കലോ അല്ലെങ്കിൽ അവൻ്റെ ഉന്നതമായ നാമഗുണങ്ങൾ പറഞ്ഞ് അവൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ഔന്നിത്യം സ്ഥാപിക്കലോ ആണ്. അം ലഹും ഇലാഹുൻ ഗൈറുല്ലാ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അതല്ല, അവർക്ക് അള്ളാഹു അല്ലാത്ത വല്ല ദൈവവുമുണ്ടോ? അവർ പങ്കുചേർക്കുന്നവയിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനായിരിക്കുന്നു. ഖുർആൻ 52:43. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനുണ്ടാവുന്നതല്ല. അവൻ എത്ര പരിശുദ്ധൻ! അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അതുണ്ടാകുന്നു. ഖുർആൻ 19:35. ഇവിടെയെല്ലാം ആളുകൾ അള്ളാഹുവിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് നിഷേധിക്കുകയും അവൻ ഉന്നതനും മഹാനുമാണെന്ന് സ്ഥാപിക്കുകയുമാണ് സുബ്ഹാനല്ലാ എന്ന വാക്കിലൂടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെയും കഴിവുകളെയും നാമഗുണങ്ങളെയും പറയുമ്പോഴും സുബ്ഹാനല്ലാ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. ഷെയ്ഖ് സുലൈമാൻ അൽ റുഹൈലി ഹഫീള്ള പറഞ്ഞു, നീ വെറുതെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാ എന്നൊക്കെ പറയുന്നതിന് നിനക്ക് എന്ത് തടസ്സമാണുള്ളത്? നിന്നെ അതിൽ നിന്നും തടയുന്നത് എന്താണ്? നിനക്കും അതിനുമിടയിൽ മറ സൃഷ്ടിക്കുന്നത് യാതൊന്നുമില്ല. നീ എഴുന്നേൽക്കേണ്ടതില്ല, അംഗശുദ്ധി വരുത്തേണ്ടതില്ല, യാതൊന്നിൻ്റെയും ആവശ്യമില്ല. വളരെ ആയാസരഹിതമായ കാര്യമാണത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ പറഞ്ഞു, ഞാൻ സ്ത്രീകളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. ഇസ്തിഗ്ഫാറും തസ്ബീഹും തഹ്മീദും മറ്റു ദിക്റുകളും വർദ്ധിപ്പിക്കുക. എപ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, രണ്ട് വാചകങ്ങളുണ്ട്, അവ പറയാൻ വളരെ എളുപ്പവും മീസാനിൽ വളരെയധികം കനം തൂങ്ങുന്നതും റഹ്മാനായ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ളതുമാകുന്നു എന്ന്. ജാബിർ റളിയല്ലാഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും സുബ്ഹാനല്ലാഹി അലീം വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈന്തപ്പന നട്ടുപിടിക്കുന്നതാണ്.
അഥവാ അയാൾ സ്വർഗാവകാശിയായി തീരുന്നതാണ്. സമയം നഷ്ടപ്പെടുത്താതെ ഓരോ നിമിഷങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തൻ്റെ മകൻ നൽകുന്ന ഉപദേശത്തിനിടെ ഇബ്നുൽ ജൗസി റഹിമത്തുള്ള പറയുന്നു, ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: ആരെങ്കിലും സുബ്ഹാനല്ലാഹി ലദീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നടപ്പെടും. സമയങ്ങളിൽ എത്ര ഈത്തപ്പനകളാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.